പുഴയിൽ ധാരാളം കല്ലുകൾ ആ വെള്ളത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടാകും. ചെറിയ ചെറിയ കല്ലുകളെയൊക്കെ അത് കൂടെ കൊണ്ടുപോകും. കുറച്ചുകൂടെ വലുതാണെങ്കിലും ഉരുട്ടി 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 അതിനെ പാകപ്പെടുത്തിയെടുക്കും. എന്നിട്ട് വെള്ളത്തിൻ്റെ പാട്ടിന് കൊണ്ടുപോകും. ഇനി അതിനേക്കാൾ വലിയ വലിയ പാറക്കല്ലുകളാണെങ്കിൽ പുഴ അതിനോട് മല്ലിടാനും റിസ്ക് എടുക്കാനും നിൽക്കില്ല. രണ്ട് വഴികളായി അതിൻ്റെ അപ്പുറത്തുകൂടെയും ഇപ്പുറത്തുകൂടെയും ഒഴുകിപ്പോകും. ഇവിടെ മനുഷ്യനൊരു വലിയ പാഠമുണ്ട്. നമ്മുടെ മുമ്പിൽ വലിയ പ്രാരാബ്ധങ്ങളുണ്ടാവാം, ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവാം. പ്രയാസങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഭൂമി ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ആ പ്രയാസങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പുഴകൾ ചെറിയ കല്ലുകളെ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് പോലെ ആ പ്രയാസങ്ങളെ തന്നിലേക്ക് സ്വീകരിച്ച് ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അങ്ങ് ജീവിച്ചേക്കുക. എന്നാൽ വലിയ ഒരു പ്രാരാബ്ധം, ഒരു പ്രയാസം മുന്നിൽ വന്നു നിന്നാൽ അതും ഏറ്റെടുത്ത് ജീവിതം റിസ്കിലാക്കുന്നതിന് മുമ്പ് നന്നായി ഒന്ന് ചിന്തിക്കുക. മറികടക്കാൻ കഴിയാത്ത പ്രയാസമാണെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി വേറെ വഴിക്ക് പോവുക. അതേ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഐ ക്യാൻ, എനിക്ക് കഴിയും എന്നൊക്കെയുള്ള കുറേ പ്രേരണകളും കിട്ടിയിട്ട് എന്തെങ്കിലും കാണുമ്പോഴേക്ക് എടുത്തു ചാടി എന്തു ചെയ്താലും വിജയിക്കും എന്നും പറഞ്ഞ് ജീവിതം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ചില പ്രാരാബ്ധങ്ങളിൽ തട്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് മുന്നിൽ വന്നാൽ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് വിശകലനം ചെയ്ത് അത് എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാക്കി അതിനെ യുക്തിസഹജമായി ബുദ്ധി കൊണ്ട് നേരിടുക. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ പഠിച്ച് നന്നായി മുന്നേറാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും വലിയ ഒരു വിജയം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഒരിക്കലും എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, ഒരു പരാജയം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴേക്ക് ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി ജീവിതത്തിനൊരർത്ഥമില്ലാതാക്കുന്നത് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണമല്ല. ഏത് പ്രയാസങ്ങളാണെങ്കിലും അത് എന്താണെന്ന് വിശദമായി പഠിച്ച് അതിനെ നേരിടേണ്ട രൂപം നാം തന്നെ സ്വന്തമായി ഒന്ന് മനസ്സിൽ തയ്യാറാക്കി, ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡായ, നമ്മേക്കാൾ കൂടുതൽ അറിവുള്ള ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിവില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കുക.